ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീഷോന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് കുർത്തീസ് കാണിക്കാനാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുർത്തീസ് ആണ് കേട്ടോ. ഞാൻ വാങ്ങിയിരിക്കുന്നത് എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ. ഇതിപ്പോ നമുക്ക് ജോലിക്ക് പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കിട്ടുവാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള നല്ല അഫോർഡബിൾ റേറ്റിലുള്ള കുർത്തീസ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് വൺ കാണിക്കാമേ. ഫസ്റ്റ് വേണ്ട ഈ ഒരു ഗ്രീൻ കളറാണ്. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഫസ്റ്റ് വൺ. ഒരു ഗ്രീനും ബ്ലാക്കും കൂടി വരുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നെക്കൊക്കെ വന്നിട്ട് ഇതിന്റെ കൂടെ നമുക്ക് ബ്ലാക്ക് കളർ ബോട്ടം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. 3/4 സ്ലീവ്സ് വരുന്നുണ്ട്. പിന്നെ സ്ലിറ്റഡ് അല്ല, ഇത് മറ്റേ എയർലൈൻ പോലത്തെ എയർലൈൻ ടോപ്പാണ് കേട്ടോ. സ്ലിറ്റഡ് യൂസ് ചെയ്യുന്നില്ലാത്തവർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെന്താ പറയാ, നല്ല ലെങ്ത് ഉണ്ട്. ഹൈറ്റ് ഉള്ളവർക്കൊക്കെ, എനിക്ക് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, ഒരു 164 സെന്റിമീറ്റർ ആണ് എന്റെ ഹൈറ്റ്. അപ്പൊ എനിക്ക് നല്ല ലെങ്ത് ഉണ്ട്. അപ്പൊ എന്നെ പോലെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പൊതുവെ നന്നായിട്ട് ചേരും. നമ്മൾ മീഷോന്നും അങ്ങനെയുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുന്ന മിക്ക ടോപ്പുകൾക്കും പൊതുവെ ലെങ്ത് കുറവായിരിക്കും കിട്ടുക. അപ്പൊ ഇത് അങ്ങനെ പ്രശ്നമില്ല. ഞാൻ എന്ന് വാങ്ങിച്ചിരിക്കുന്ന ഇപ്പൊ കാണിക്കുന്ന 3 നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പൊ 3 നല്ലതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് ഇട്ടിട്ട് കാണിക്കാനേ. ഇതാണ് കേട്ടോ. ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഈ നെക്കിന് എന്തോ ഒരു പേരുണ്ട്, അതെനിക്ക് അറിയില്ല എന്താണ്. പിന്നെ ഇവിടെ ഇങ്ങനെ 2-3 ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 സ്ലീവ് ആണ്. പിന്നെ സ്ലിറ്റ് ഇല്ല. നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ ഇത് മീഷോയിൽ കൊടുത്തിരുന്നത് റയോൺ ആണ്. പക്ഷെ എനിക്കിത് റയോൺ ആയിട്ടല്ല, കോട്ടനും കൂടി മിക്സ് ഉള്ള പോലെ തോന്നുന്നു. റയോണും കോട്ടനും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നത്. നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ. ഞാൻ വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും കളർ പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുരുങ്ങോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള വീഡിയോസിൽ എപ്പോഴെങ്കിലും പറയാം കേട്ടോ. പിന്നെ ഇതിന്റെ തന്നെ വേറെ 2-3 കളേഴ്സും കൂടി ഉണ്ട്. ഇതിപ്പോ ഗ്രീൻ ആണ്. ഇതിന്റെ റെഡ് ഉണ്ടായിരുന്നു, പർപ്പിൾ ഉണ്ട്. അങ്ങനെ 2-3 കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങിയത് 256 പക്ഷെ ഞാനിത് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോയിൽ സെയിൽ ഉണ്ടായിരുന്നു. ജൂലൈ 4th 5th ഒരു സെയിൽ കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ഓർഡർ ചെയ്തുകൊണ്ടാണ് എനിക്ക് 256 കിട്ടിയത്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 303 അങ്ങനെ എന്തോ 303 അല്ല 278 അങ്ങനെ എന്തോ ആണ്. അതായത് ഒരു 20 രൂപ അങ്ങോട്ട് കൂടിയിട്ടുണ്ട്. അത്രയാണ് ഞാൻ ഇന്ന് രാവിലെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ 278 എന്നാണ് കണ്ടത്. അത്രയും വ്യത്യാസമുള്ളൂ. ഞാൻ വാങ്ങിയ 3 ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഇത് തന്നെ കാണിച്ചത്. ഇനി അടുത്തത് കാണിക്കാം. നെക്സ്റ്റ് ഇതാണേ. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ. ഇതും നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ വീനക്കൊക്കെ വന്നിട്ട് ഒരു എന്താ പറയാ, സ്ലിറ്റഡ് ആണിത്. സ്ലിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. പിന്നെ നെക്കിന്റെ ഇവിടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വൈറ്റ് കളർ ലേസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ലീവിലും ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയലും റയോണും തന്നെ അവിടെ മീഷോയിൽ കൊടുത്തിരുന്നത്. പക്ഷെ സെയിം ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന അതേപോലത്തെ ആ ഒരു മെറ്റീരിയൽ തന്നെയാണ്. കോട്ടൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കോട്ടനും റയോണും മിക്സ്. എന്തായാലും റയോൺ ആണെന്ന് തോന്നുന്നില്ല, ഒരു മിക്സ് മാതിരി നല്ല മെറ്റീരിയൽ കണ്ടോ. കോട്ടനും ഇതും കൂടെ ഉള്ള ഇതുപോലെ തോന്നുന്നത്. പിന്നെ ഇത് പ്രിന്റ് അല്ല ഈ കാണുന്നത്, ഇത് ഈ ത്രെഡ് തന്നെയാണ് കേട്ടോ. കണ്ടോ, ഇതൊരു തരം ത്രെഡാണ്. ഈ ഡിസൈൻ കാണുന്നത് പ്രിന്റ് ആണ്, ഈ വൈറ്റ് കാണുന്നത്. പക്ഷെ ഈ ലൈൻ പോലെ കാണുന്ന ഇത് ത്രെഡ് ആണ് കേട്ടോ. വലിയ കട്ടിയുള്ളതല്ല, എന്നാലും ഒരു തരം ത്രെഡാണ്. ഇതും ഒന്നും വാഷ് ചെയ്തിട്ടില്ല. വാഷ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ പറയാം. അപ്പൊ ഇതും ഞാൻ വേറെ ഇത് കാണിക്കാമേ. ഇതാണ് കേട്ടോ അടുത്ത കുർത്തി. അപ്പം ഇതിന്റെ നെക്ക് ഇങ്ങനെ വി നെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലേസ് സ്ലീവ്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 304 ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ട്. ഇതിപ്പം ബ്ലാക്ക് ആണ്. ഇതിന്റെ ഈ ബ്ലാക്കിന്റെ സ്ഥാനത്ത് തന്നെ ഗ്രീൻ വരുന്നുണ്ട്, നേവി ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. ഈ 3 വേറെ കളേഴ്സും കൂടി ഉണ്ട്. പിന്നെ ഇതിനും 4.3 റേറ്റിംഗ് ഉണ്ടായിരുന്നു ഇതിന്. അതുപോലെ തന്നെ ആദ്യം കാണിച്ചതിനും 4.3 റേറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു ഇതിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണത്തിനും. അപ്പൊ ഇത്രേ ഉള്ളൂ ഇത് കാണാതെ. ഇങ്ങനെ ഇത് സ്ലിറ്റഡ് ആണ്, നല്ല മെറ്റീരിയൽ ആണ്. വേറെ ഒന്നും വലിയ കാര്യമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഇത്രയും കാര്യമുള്ളൂ. എന്തായാലും കൊള്ളാം, നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് ജസ്റ്റ് കാണിച്ചതെന്നുള്ളൂ. നമുക്ക് അടുത്ത ടോപ്പ് കാണാതെ. അടുത്തത് ഇതാണ്. ഇതിന് കാണാനും അടിപൊളി, എല്ലാം നല്ലതാണ്. പക്ഷെ ഇതിനൊരു പ്രോബ്ലം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പ്രോബ്ലം കൂടി ഉണ്ട്. അതും കൂടി പറയാം. ഫസ്റ്റ് അത് തന്നെ പറയാം. ഇതിന്റെ സ്ലിറ്റ് കുറച്ച് ഇറങ്ങിയിട്ടാണ്. അതായത് നോർമലി നമുക്ക് വരേണ്ട ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയാണ് സ്ലിറ്റ് നിൽക്കുന്നത്. അപ്പൊ അത് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കുറഞ്ഞവർക്ക് ഭയങ്കര ബോറായിരിക്കും. ഹൈറ്റ് കുറഞ്ഞവർക്കാകുമ്പോൾ ഒന്നും കൂടി താഴേക്ക് ഇറങ്ങുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി വൃത്തികേടായിരിക്കും. അപ്പോൾ എന്തായാലും ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് നമ്മളൊന്ന് കയറ്റി ഒന്ന് പിടിക്കണം. ഞാനിത് ഓൾറെഡി ചെയ്തതാണ് കേട്ടോ. ഞാനിത് സ്ലിറ്റ് ഒന്ന് ഇത്തിരി കയറ്റി
എന്റെ ഭാഗത്തിനാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇത് ഇടുന്നത്. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇതിനുണ്ട്. അതൊഴികെ വേറെ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി സാധനമാണ്, വേറെ ഒന്നും പറയാനില്ല. ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ഇത് മെറ്റീരിയൽ കോട്ടൺ ആണ്. മറ്റേത് രണ്ടും റയോൺ കൊടുത്തിട്ടുണ്ട്. മീഷോയിൽ റയോൺ കൊടുത്തു, പക്ഷെ റയോൺ അല്ല, ഇതും കോട്ടൺ തന്നെയാണ്. കോട്ടൺ പോലെയാണ് തോന്നുന്നത്. ഇതിനൊന്നും നോക്കാനില്ല, കോട്ടൺ തന്നെയാണ്. അവർ കൊടുത്തേക്കുന്നതും കോട്ടൺ ആണ്, ഇത് കോട്ടൺ തന്നെയാണ്. ഇതിലും ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന പോലത്തെ തന്നെ അതേപോലത്തെ തന്നെ ഒരു ഡിസൈൻ ആണ് ഇതിനകത്തും വരുന്നത്. സെയിം അതേപോലെ തന്നെ പ്രിന്റ് ഒക്കെ ഏകദേശം പ്രിന്റ് വ്യത്യാസമുണ്ട്. പക്ഷെ ആ ഒരു ഇങ്ങനെ ഒരു കാന്താ വർക്ക് പോകാൻ മാതിരി, കാന്താ വർക്ക് നിന്നും ഏതാണ്ട് ഒരു കാന്ത ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതും ത്രെഡ് തന്നെയാണ്, പ്രിന്റ് അല്ല, ത്രെഡ് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെന്താ ബാക്കി ഞാൻ വേറെ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാമേ. അപ്പൊ ഇതാണ് അടുത്തത്. ഇത് കണ്ടോ, ഇതിന്റെ നെക്ക് കണ്ടോ, ഇത് ഒരു കോളർ നെക്ക് ആണ് വരുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ നെക്കൊക്കെ വരുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കും നമുക്ക് ഇട്ട് കഴിഞ്ഞാല്. നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ലത്. നമുക്ക് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ നല്ല രസമുണ്ട്. ഇതുപോലത്തെ ഇങ്ങനത്തെ നെക്കൊക്കെ വരുമ്പോഴേ ഫുൾ കവറിംഗ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡും ആണ്. അപ്പൊ അത് നല്ലതാണ്. പിന്നെ ഇതിന്റെ തന്നെ കുറെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് തന്നെ ഒരു 5 കളേഴ്സ് ഉണ്ട്. കുറെ ഒരു പിങ്ക്, പിന്നെ ബ്ലൂ, നേവി ബ്ലൂ, വൈറ്റ്, പിന്നെ എന്താ വേറെ ഏതൊരു കളർ ഞാൻ മറന്നു പോയതാണ്. എന്തായാലും വേറെ 5 ഓപ്ഷൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് ലൈറ്റ് ഷെയ്ഡുകളാണ് പിന്നെ കിടക്കുന്നത് എല്ലാം തന്നെ. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു കളർ എടുത്തത്. ഇതൊരു ഓറഞ്ചും ബ്രൗണും കൂടി വരുന്നതാണ്. ബ്രൗണിൽ ഓറഞ്ച് വരുന്നത്. ഈ ഒരു കളർ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡെയിലി വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുന്നത്. എന്റെ വീട്ടിലെ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പൊ വീട്ടിലത്തെ നമ്മൾ കിച്ചണിലെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ഷെയ്ഡ് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അഴുക്കാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. പിന്നെ ഇതെനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ മെയിനായിട്ടും പിന്നെ ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് എടുത്തതാ. ഇതിനേക്കാളും നല്ലൊരു കളറും കൂടി ഉണ്ടായിരുന്നു, പിങ്ക്. പിങ്ക് എന്ന് വെച്ചാൽ ലൈറ്റ് പിങ്ക്, നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അതിൽ മീഷോയിൽ തന്നെ അവൈലബിൾ ആണ്. അതാണ് ഒന്നും കൂടി സത്യം പറഞ്ഞാൽ ഇതിനേക്കാളും ഭംഗിയാണ്. പക്ഷെ എനിക്ക് എന്റെ യൂസിന് അത് പറ്റത്തില്ല. അപ്പം ജോലിക്കൊക്കെ പുറത്ത് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്താൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും. അങ്ങനെ പിന്നെന്താ പറയാ, ഇതിനെ ഒരു ഫോൾട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാര്യം സ്ലിറ്റിന്റെ കേസ് അത് മാത്രമേ ഉള്ളൂ. അത് ശരിയാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും മൂന്നെണ്ണത്തിൽ നല്ലതെന്ന് ഞാൻ പറയില്ല. എനിക്ക് ഫസ്റ്റ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ നല്ലതായിട്ട് ഇത് അതൊന്ന് സെക്കൻഡ്, കാരണം ഇതിനൊന്നും കൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഒരു ഭംഗിയുണ്ട്. ഇതിന്റെ കോട്ടൺ പ്യുവർ കോട്ടൺ തന്നെയാണ്. മറ്റതും കോട്ടൺ ആണെങ്കിലും ഒരു മിക്സ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇതെന്തായാലും പ്യുവർ കോട്ടൺ തന്നെയാണ്. പിന്നെന്താ, സ്ലീവ്സിന് മറ്റേതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത് കൂടുതലുണ്ട്. ഫുൾ സ്ലീവ് അല്ല, പക്ഷെ 3/4 കുറച്ചും കൂടി കൂടുതലായിട്ടാണ് എന്റെ ഒരു നിൽക്കുന്നത്. ഇതിനും 4.3 റേറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കാണിച്ച 3 ടോപ്പുകൾക്കും 4.3 റേറ്റിംഗ് ഉള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ല, ഇതിന് 282 ആണ് ഈ ടോപ്പിന്റെ വില. പക്ഷെ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല പല കളേഴ്സ് ഉണ്ട്, പലതിനും പല റേറ്റ് ആണ് കേട്ടോ. പിങ്കിന് വരുമ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ട്, 300 എന്തോ 303 അങ്ങനെ എന്തോ തോന്നുന്നു. പലതിനും ആ കളർ ചേഞ്ചിന്റേതായ വ്യത്യാസങ്ങളുണ്ട്. വലിയ വിലയല്ല, എന്നാലും കുറച്ച് 10 രൂപയുടെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. ഇതിന് 282 ഞാൻ വാങ്ങിച്ചത്. അപ്പം ഈ 3 ടോപ്പുകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് ഒത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് എന്താ പറയാ, ഒരു ഭയങ്കര ബഡ്ജറ്റ് ഒക്കെ കൂടി അല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഉപകാരപ്പെടത്തില്ല. അങ്ങനെയുള്ള ഒരു ഉദ്ദേശിച്ചല്ല കേട്ടോ. ഞാൻ ഡെയിലി കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അതായത് ഒരു 300 റേഞ്ചിലൊക്കെ നിൽക്കുന്ന, 300 ഉള്ളിൽ നിൽക്കുന്നതും ആ ഒരു റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ നോക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏത് കുർത്തിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. Thanks for watching. Like, comment, share and subscribe.